ഓരോ ദൈവജനത്തിനും ഏറ്റവും പ്രിയപ്പെട്ട സങ്കീർത്തനം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയും 23-ാം സങ്കീർത്തനം. അതിൻ്റെ ആഴമേറിയ സ്പർശനമാണ് അതിൻ്റെ പുറകിലെ രഹസ്യം. 1-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഒരാടും ഇടയനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ശ്രേഷ്ഠതയേറിയ നിലയിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തെ ആരാധിക്കാൻ അല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കാൻ സ്തുതിക്കാൻ വേണ്ടി ചമച്ച ഒരു സങ്കീർത്തനം. അതിൻ്റെ ഏറ്റവും പ്രസക്തമായൊരു വാക്യം ഞാൻ പറയട്ടെ. കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോഴും നീ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന്. കൂരിരുളിൻ്റെ പ്രതിസന്ധികൾ നിന്നെ ആഞ്ഞടിക്കുമ്പോൾ പകലിൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും ഇറങ്ങി നിന്ന ഒരു വലിയ കൂട്ടം ജനതയ്ക്ക് ഇരുട്ടിൻ്റെതായ ഒരു കാഠിന്യവും അനുഭവിക്കാതെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ ഒരു തന്ത്രവും ആ ജനത്തോട് ഏൽക്കാതെ മരുഭൂമിയിൽ 40 വർഷക്കാലം ശ്രേഷ്ഠമായി നടത്തിയ ഒരു നല്ല കർത്താവ് സങ്കീർത്തനക്കാരിൽ കൂടെ പറഞ്ഞു തരികയാണ്. കൂരിരുളിൻ്റെ അനുഭവത്തിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ അതെന്താ കൂരിരുളിൻ്റെ അനുഭവം? വെളിച്ചമില്ലാഞ്ഞിട്ടാണോ? അല്ലെന്നേ, വെളിച്ചമുണ്ട്, എല്ലാവരുമുണ്ട്. എന്നാൽ എല്ലാവരും ഉള്ള അതേ സ്ഥാനത്ത് നീ മാത്രം ഒറ്റപ്പെട്ട് ഇരുട്ടിനകത്തിൽ മാറിയിരിക്കുന്ന ഒരു അനുഭവം, അകത്തളത്തിൽ മുറിക്കപ്പെട്ട വേദനപ്പെടുത്തുന്ന നീറുന്ന കുത്തുവാക്കുകളുടെ അനുഭവം, ഒറ്റപ്പെട്ട് ആരും സഹായിപ്പാനില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം. നോക്ക്, അവിടെ വ്യക്തമായി വചനം പറയുന്നു, കൂരിരുൾ താഴ്വരയാണ്. ഈ കൂരിരുളിൻ്റെ താഴ്വരയിൽ നിന്നെ സഹായിപ്പാൻ നീ സ്നേഹിച്ച ഒരു വ്യക്തി പോലും കാണത്തില്ല. അങ്ങനെ സകല സാഹചര്യങ്ങളും നിനക്ക് പ്രതികൂലമായി നിലനിൽക്കുന്ന ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ അല്ലാതെ വേറെ ഒരു വ്യക്തിക്കും നിന്നെ ആശ്വാസപ്പെടുത്തുവാൻ കഴിയാതിരിക്കുന്ന ആ സാഹചര്യത്തെയാണ് പറയുന്നത് കൂരിരുളിൻ്റെ ആ താഴ്വര. ആ താഴ്വരയിൽ കൂടെ നീ നടന്നു പോകേണ്ടുന്ന അവസരങ്ങൾ കടന്നു വന്നാലും അവിടെയും നിന്നെ തളർത്തിക്കളയാതെ നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിനെ കുറിച്ച് വചനം പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നീ നടന്നു പോകുമ്പോഴും നിനക്ക് ഒരനർത്ഥവും ഭവിക്കത്തില്ല. പിന്നീട് പറയുകയാണ്, ശത്രുക്കളുടെ നടുവിൽ മേശയും കർത്താവ് ഒരുക്കും. അതുകൊണ്ട് ആ നല്ല കർത്താവിൽ ആശ്രയിക്ക്. നീ മാത്രമായി കടന്നു പോകുന്ന ആ ഇരുട്ടിൻ്റെ സ്വാധീന മേഖലയിൽ കർത്തൻ പ്രകാശമായി നീതി സൂര്യനായി ഇറങ്ങി വരും. നിന്റെ ഇരുട്ട് അവിടെ പ്രകാശമാകും. പിന്നെ ആ ഇരുട്ട് നിന്നെ ബാധിക്കത്തില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഇരുട്ടിന് പോലും നിന്നെ ഭയമാകത്തക്ക നിലയിൽ കർത്താവ് അവിടെ ഇടപെടുവാനിടയാകും. അതുകൊണ്ട് വിളിച്ചു പറ, യഹോവ എൻ്റെ ഇടയനാ. അതുകൊണ്ട് അവസാന വാക്യം വിളിച്ചു പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഇനി കൂരിരട്ടില്ല. ഇനി ഞാൻ ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരിക്കേണ്ടുന്ന അനുഭവത്തിൽ കൂടെ പോകത്തില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല വിഷയത്തിനകത്തിലും എൻ്റെ ദൈവം എനിക്ക് വ്യക്തമായി മറുപടി തരും. ഞാൻ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനകത്തിലും എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മുമ്പോട്ട് ചുവട് വെക്കും. അവിടെ ദൈവപ്രസാദത്താൽ വലിയ വിടുതലുകൾ ഞാൻ സാധ്യമാകും. ജോഷുവയുടെ മുമ്പിൽ വഴിയില്ല, പക്ഷേ സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ ആധിപൻ ഇറങ്ങി നിന്നിട്ട് പറയുന്നു, ഇന്ന കാര്യാദികൾ ചെയ്യാം. പിന്നീട് നടക്കുന്നത് മുഴുവൻ വലിയ വിജയപ്രഖ്യാപനം ആണ് എങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയാം, ഇനി എൻ്റെ ജീവിതത്തിൽ ഇരുട്ടിന് ബാധിക്കാൻ ഒരു അവസരം പോലും ഉണ്ടാകത്തില്ല. പിശാചിൻ്റെ സകല തന്ത്രങ്ങളും ഇനി എന്നോടോ എൻ്റെ അതിരിനകത്തിലോ അടുക്കത്തില്ല. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യും. കർത്താവ് എനിക്ക് സഹായകനായി കൂടെ നിൽക്കും. യഹോവയിലെ ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.